Duke390 യൂസ് ചെയ്യുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എടുക്കേണ്ട ചില സ്പെസിഫിക് മോഡൽസ് ഉണ്ട്. ചില മോഡൽസിന് പണി വളരെ കുറവാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ Bs3 Duke390 എടുക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എടുക്കേണ്ടത് 2015-16 മോഡലാണ്. കാരണം വെച്ചാൽ സ്ലിപ്പർ ക്ലച്ച് മോഡലാണ് ഏറ്റവും റിലയബിൾ. എൻ്റെ മോഡൽ സ്ലിപ്പർ ക്ലച്ചാണ്, എനിക്ക് ഒരു പണിയും വരാറില്ല. ഇനി മുമ്പുള്ള മോഡൽസൊക്കെ ഓൾമോസ്റ്റ് ന്യൂ എഞ്ചിനാണ്. അപ്പം ആ എഞ്ചിനൊക്കെ ഒന്ന് ഓടി സെറ്റായി വരാൻ ടൈം എടുക്കും. ആ ടൈം വരുമ്പോഴത്തേക്ക് ബജാജിന് ആ എഞ്ചിനകത്ത് റിലേറ്റഡ് കംപ്ലൈൻസ് ഒക്കെ പെർഫെക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2013-14 അല്ലെ സ്ലിപ്പർ ക്ലച്ച് ഇല്ലാത്ത മോഡൽസിനാണ് ഏറ്റവും കൂടുതൽ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉള്ളത്, കൂളൻ്റ് ഡ്രോപ്പിംഗ് ഇഷ്യൂസ് ഉള്ളത്, കൂളൻ്റ് ഓയിൽ മിക്സിംഗ് ഇഷ്യൂസ് ഉള്ളത്. അങ്ങനെ മൊത്തം കംപ്ലൈൻറ്റ്സ് ഈ 2013-14 പിന്നെ ഇലക്ട്രിക്കൽ ഇഷ്യൂസ് വേറെ. സോ നിങ്ങൾ എടുക്കുവാണെങ്കിൽ 2015 ശേഷമുള്ള Bs3 മാത്രം എടുക്കുക. ഇനി Bs4 വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് വന്നത് അല്ലെങ്കിൽ പുതിയൊരു എഞ്ചിൻ അല്ലെങ്കിൽ പുതിയൊരു ബൈക്ക് കൊണ്ടുവന്നാണ് Bs4 2017 മോഡൽ. ഒരിക്കലും ഒരു കാരണവശാലും Bs4 എടുക്കല്. കാരണം അത് നിങ്ങൾക്ക് ടിക്കിംഗ് ബോംബെന്ന് തന്നെ പറയേണ്ടി വരും. കിട്ടാൻ പോകുന്ന പണി അപാരമായിരിക്കും. കാരണം Bs4 വന്നപ്പോഴാണ് ഡ്യുവൽ കൗണ്ടർ ബാലൻസേഴ്സ് കൊണ്ടുവന്നത്. കൗണ്ടർ ബാലൻസ് എന്ന് വെച്ചാൽ ഇതിനകത്ത് വൈബ്രേഷൻ, Bs3 നല്ല വൈബ്രേഷൻ ഉണ്ടായിരുന്നു. ആ വൈബ്രേഷനെ സിംഗിൾ സിലിണ്ടർ വർക്ക് ചെയ്യുമ്പോഴുള്ള വൈബ്രേഷനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഡ്യുവൽ കൗണ്ടർ ബാലൻസേഴ്സ് കൊണ്ടുവന്നു. സോ എന്തോ ഒരു ഡിസൈൻ ഫ്ലോ കാരണം ഈ മോഡലിന് പെട്ടെന്ന് ആ ക്രാങ്ക് കേസിൽ നിന്ന് ഈ കൗണ്ടർ ബാലൻസ് പൊട്ടി ചാടി പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കാശ് ചിലവാകും. ഇഷ്ടംപോലെ പണി കിട്ടിയ മോഡൽസ് ഉണ്ട്. 2017 മോഡലാണ് ഞാൻ നോക്കിയിട്ടുള്ളത് വെച്ച് ഏറ്റവും കൂടുതൽ കൗണ്ടർ ബാലൻസസ് പൊട്ടി ചാടി പുറത്ത് വന്നേക്കുക. സോ 2017 മോഡൽ ഒരിക്കലും എടുക്കാതിരിക്കുക. Bs4 അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ 390 എടുക്കുകയാണെങ്കിൽ 2018 ശേഷമുള്ള മോഡൽ മാത്രം എടുക്കുക എന്ത് വന്നാലും. പിന്നെ ലേറ്റസ്റ്റിനോട് പറയുന്ന തേർഡ് ജനറേഷൻ Duke390 കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഓടിച്ചിട്ടില്ല. എന്തൊക്കെയായാലും ഞാൻ പറയാം, ബജാജിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബജാജ് KTM ഡിസൈൻ പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ CBR 250 പോലെയോ ഒന്നും ഇത് വേറൊരു രാജ്യത്ത് ഓടി തെളിഞ്ഞൊരു സാധനമല്ല. ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ തന്നെയാണ് വരുന്നത്. സോ നമ്മളായിരിക്കും ഫസ്റ്റ് യൂസേഴ്സ്. ഈ എഞ്ചിനകത്തുള്ള അപാകതകളൊക്കെ നമ്മൾ പറയുന്ന ഫീഡ്ബാക്കിലൊക്കെയാണ് ബജാജ് കമ്പനി കുറേയൊക്കെ അല്ലെങ്കിൽ KTM റിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത്. സോ 2024 മോഡൽ എടുക്കണ്ട, 2025 മോഡൽ എന്തായാലും പെർഫെക്റ്റ്ലി റിലയബിൾ ആയിരിക്കും.